ഹലോ ഫ്രണ്ട്സ്, മധുബാലൻ. നമുക്ക് ഒരു റോൾ മോഡൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതാണ്. ഒരു റോൾ മോഡലെ നമുക്ക് കണ്ടെത്തുന്നതിന് നമുക്ക് പലപ്പോഴും പ്രയാസമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആർക്കായാലും പ്രായഭേദമന്യേ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു റോൾ മോഡലാണ് നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനം മമ്മൂട്ടി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. മാത്രമല്ല, സാമൂഹ്യ പരമായ എല്ലാ കാര്യങ്ങളിലും മമ്മൂട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയെ വളരെയധികം ഇഷ്ടമാണ്. ഓക്കെ, അപ്പം മമ്മൂക്കയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിത വിജയത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ, വിജയം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യം. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കുടുംബപരമായ വിജയം, കുടുംബത്തിലുള്ള ഐക്യം. മൂന്നാമത്തേതാണ് നമ്മുടെ കരിയർ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിജയം എന്ന് പറയുമ്പോൾ. പൊതുവെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ 3 മേഖലകളിലുണ്ടാകുന്ന വിജയം നമ്മുടെ ഒരു വിജയിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുന്നതിന് യാതൊരു തരത്തിൽ വിഷമമുണ്ടാകുന്നില്ല. അപ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹം ചെലുത്തുന്ന നിയന്ത്രണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, എപ്പോഴും നന്നായി വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ശരീരം കണ്ടാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൃത്യമായ എക്സസൈസും കൃത്യമായ ഭക്ഷണ ചിട്ടയും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കും. നമുക്ക് മലയാള സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് AC റൂം വേണം, ഞാൻ അതിൻ്റെ സ്റ്റോറി ഒന്ന് ഞാൻ വായിച്ച് കേൾക്കട്ടെ എന്നൊക്കെ. ആദ്യം തുടക്കക്കാരനായി വരുമ്പോൾ മുതലേ തന്നെ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മലയാള സിനിമയിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അദ്ദേഹം പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ നാളത്തെ ഒരു താരമാവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മമ്മൂട്ടിയെ മുന്നോട്ട് നയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ഭക്ഷണ കാര്യങ്ങളിലുള്ള നിയന്ത്രണം, അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് തകർത്തേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ടുള്ളതാണ് കുടുംബപരമായ കാര്യം. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളിൽ എത്രയും ഊഷ്മളമായൊരു കുടുംബബന്ധം അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് വളരെ സക്സസ്ഫുൾ ആണ്. അതിന് ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. അദ്ദേഹം എൻ്റെ മകനെ ദുൽഖർ സൽമാനെ വളർത്തിയ രീതി നമ്മൾ നോക്കിയാൽ മതി. എത്ര അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ടാണ് ദുൽഖർ സൽമാൻ വളർന്നിരിക്കുന്നത്. മാത്രമല്ല, എത്രമാത്രം അഭിമാനത്തോടു കൂടി അദ്ദേഹം തൻ്റെ റോൾ മോഡൽ എൻ്റെ വാപ്പച്ചിയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മക്കളുമാരും അവരുടെ അച്ഛനെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് റോൾ മോഡലാണ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അത് അവരെ കൊണ്ട് പറയിപ്പിക്കലാണ് നമ്മുടെ കഴിവ്. അതിൽ മമ്മൂക്ക വളരെയധികം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ കുടുംബനാഥൻ എന്നതിലുപരി ഒരു നല്ലൊരു ഫാമിലി പേഴ്സൺ കൂടെയാണ് മമ്മൂട്ടി എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നോക്കേണ്ടത് കരിയറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സക്സസ്ഫുൾ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പൂർണ്ണമായി അദ്ദേഹം വിജയിച്ച് മലയാള സിനിമയിൽ മെഗാസ്റ്റാറായി നിലനിൽക്കുകയാണ്. കാര്യം നമുക്കറിയാം, മമ്മൂട്ടി വന്നപ്പോഴുള്ള ഒരു അഭിനയം മാറി ഓരോ സിനിമകളിലും മെച്ചപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ട്രെയിൻഡ് ആക്ടറാണ്, ഒരു ബോൺ ആക്ടർ എന്നുള്ളത് ഒരു ട്രെയിൻഡ് ആക്ടർ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നല്ല രീതിയിൽ പരിശീലിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം ആക്ട് ചെയ്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിൽ നിന്നും മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ആ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകൾ, അദ്ദേഹത്തിൻ്റെ ആ മേഖലയിൽ അദ്ദേഹത്തിനുള്ള വീക്ക്നെസ്സുകളും അദ്ദേഹം മറികടന്നുണ്ട്. ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡാൻസ് അത്ര ഒരു വളരെ നല്ലൊരു ഡാൻസറാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അതിനെ കൂടി അദ്ദേഹത്തിന് മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് മമ്മൂട്ടി കോമഡി ആയിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരുന്നു കേട്ടു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളിൽ കോമഡി കൂടി ഇൻഗ്രീഡിയൻ്റായിട്ട് അത് ചേർത്തിട്ടുണ്ടെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ആസ് ഒരു നല്ലൊരു ഫാമിലി പേഴ്സണാണ്. നല്ല രീതിയിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലൊരു കരിയർ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അവതാരം തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയയിലൂടെ അറിയുന്നുള്ളൂ. അറിയാതെ തന്നെ അദ്ദേഹം ഒരുപാട് ചാരിറ്റബിൾ വർക്ക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സമൂഹത്തിന്, അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം സമൂഹത്തിന് കൂടി ഉപയോഗിക്കുന്ന
ഒരു നല്ലൊരു വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടെ വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരു മാതൃകാ പുരുഷനായി കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമ്മുടെ ഒരു നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സാപ്പിലോട്ട് നിങ്ങളുടെ നമ്പർ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ ഭാഗമാവാം. നിങ്ങൾക്കും എപ്പോഴും മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനുള്ളൊരു വേദിയാണത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.